നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രതിപക്ഷ അംഗങ്ങളോട് കടുത്ത വിവേചനമാണെന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കുറുവ സംഘമാണെന്നും പ്രതിപക്ഷം. ഈ പഞ്ചായത്ത് 2025-2026 കാലഘട്ടത്തിൽ പഞ്ചായത്തിനകത്ത് നടത്തേണ്ട വ്യക്തിഗത ആനുകൂല്യങ്ങളുടെയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു അവലോകനമാണ്. പക്ഷേ പ്രതിപക്ഷത്തെ 9 മെമ്പർമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഒരു മറുപടി പറയാൻ പോലും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ പ്രസിഡന്റിനോ മറ്റു ഭരണപക്ഷത്തെ ആളുകൾ വളരെ ലളിതമായൊരു ചോദിച്ച ചോദ്യം, ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് എത്ര റിപ്പയർ ജനറൽ വിഭാഗത്തിന് കൊടുക്കുന്നുണ്ട് അത് ആലോചിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കട്ടിൽ കൊടുക്കുന്നുണ്ട്, അത് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അന്തം വിട്ടു നിൽക്കുകയാണ്. അതുപോലെ തന്നെ മുട്ടക്കോഴിയായാലും ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും വ്യക്തമായൊരു മറുപടി തരാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വ്യക്തമായ അവസ്ഥ. അതുപോലെ തന്നെ ചേലക്കര പങ്ങാരപ്പള്ളി റോഡ് കാലങ്ങളായി ഇടിഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ തോന്നൂർക്കര കോട്ടേക്കോട് റോഡ് വളരെ കുണ്ടും കുഴിയായി കിടക്കും. ജനങ്ങളെല്ലാം എന്നും ജനങ്ങൾ ഞങ്ങളോടെല്ലാം ജനപ്രതിനിധികളോട് എന്താ ചോദിക്കും. എന്തിനേറെ പറയുന്നു, ഈ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 4 വർഷക്കാലമായി വികസന മുരടിപ്പിന് നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ നികുതി പണം മേടിച്ച് കട്ട മുതല് പങ്കുവെക്കും പോലെ ഇവിടുത്തെ ഭരണപക്ഷം 12 പേർ ഇരുന്ന് പങ്കുവെക്കുകയും ഇവിടെ ശരിക്കു പറഞ്ഞാൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒരു കുറുവ സംഘമാണ് ഇവിടെ ഭരിക്കുന്നത്. ആ കുറുവ സംഘത്തെ ചേലക്കരയിലെ ജനങ്ങൾ തിരിച്ചറിയണം, ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചേലക്കരയിലെ ജനങ്ങളെ ഒന്നായി കാണാതെ ചേലക്കരയിലെ 9 വാർഡിലെ ജനങ്ങളെ മറ്റൊരു ആളുകളായും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷമെന്നും ഭരണപക്ഷമെന്നും കാട്ടിക്കൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി പലതും കാണിക്കാം, അധികാരത്തിന്റെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്തും കാണിക്കാം എന്ന തോന്നിവാസമാണ് ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം മുന്നിലുണ്ടാകും. തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഈ ചേലക്കരയിൽ കാണാൻ പോകുന്ന സമരങ്ങളും അതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനഹിതത്തിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ചേലക്കരയിലെ പാവപ്പെട്ടവര് ഇവിടെ വന്നാൽ ഒരു ഹെൽപ്പ് ഡെസ്ക് 4 വർഷക്കാലമായി പറയുന്നു, പാവപ്പെട്ടവന് ഒന്ന് എഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, 22 മെമ്പർമാർക്ക് ഇരിക്കാൻ പോലും ഈ പഞ്ചായത്തിൽ സൗകര്യമില്ല. അത് മാത്രമല്ല എന്തെല്ലാമാണ് അടിച്ചിറക്കുന്നത്. ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും, അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകൾ. ആ വീടുകളുടെ അവസ്ഥ എന്താ? ഇന്ന് PMAY ആ വീടുകളുടെ പേര് പറഞ്ഞ് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ മുഴുവൻ ഈ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് വീടുണ്ട്, തിരഞ്ഞെടുപ്പ് സമയത്ത് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് വീടുണ്ട്, നിങ്ങൾക്ക് ഇതാ വീട് തരാൻ പോകുന്നു എന്ന് പറയുകയാണ്. പക്ഷേ 5 പൈസ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഈ വീടുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല എന്ന നഗ്നസത്യം ഞങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അതിരൂക്ഷമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1996 ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത അന്ന് ചേലക്കര പഞ്ചായത്തിലെ 5ഓ 6ഓ റോഡുകളിൽ ഉൾപ്പെട്ടതാണ് ചേലക്കര പങ്ങാരപ്പള്ളി നെല്ലിക്കുന്ന് കോളനി റോഡ്. ഇന്ന് ആ റോഡിൻ്റെ അവസ്ഥ ചീപ്പാറ മുതൽ
അന്തിമഹാകളങ്കാവ് വരെ ഒരു വാഹനം പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആ റോഡിന് വേണ്ടി ഒരു രൂപ വയ്ക്കാൻ ജില്ലാ പഞ്ചായത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവുന്നില്ല എന്ന ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു പൂർണ്ണമായി കത്തിക്കാൻ പോലും ഈ 4 വർഷക്കാലം കൊണ്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ റേഷൻ കടയിൽ പോയി അരി വാങ്ങുന്നത് പോലെയാണ് 5 കിലോ അരി അതല്ലെങ്കിൽ 10 കിലോ അരി എന്ന രീതിയിലാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ 25 ലൈറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ലൈറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 ലൈറ്റ്. ഈ രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കുന്നത്. തീർച്ചയായും ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ആളുകൾ അമ്പലത്തിൽ പോയി കുളിച്ച് വീടുകളിലേക്ക് വരാൻ ഇന്ന് ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് ഈ ചേലക്കര പഞ്ചായത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യം, അതുപോലെ തന്നെ മറ്റ് വനം മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ കാട്ടാനയുടെ ശല്യം, ഇതിനൊന്നും ചെവിക്കൊള്ളാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നത് ഇവിടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.